ഇന്ന് നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്ക് വെച്ച് ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. നമ്മളിന്ന് ഇത് വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു പീസ് മടക്കി കൊടുത്ത് ഇതുപോലെ ഒരു ഇല കട്ട് ചെയ്തെടുത്തു. അടുത്ത ഇലയും നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. 2 ഇലകളും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇലകളുടെ വെയിൻസിന്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ മടക്കി കൊടുത്ത് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ ഇലയുടെ വെയിൻസിന്റെ ഭാഗങ്ങളെല്ലാം ലൈറ്റർ വെച്ച് ഇതുപോലെയാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. 2 ഇലകളും നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയുടെ ഈ ഒരു ഭാഗത്തായിട്ട് പെയിന്റ് ചെയ്തെടുക്കണം. ഇലയിൽ മുഴുവനായും നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുന്നില്ല. ആദ്യം നമ്മൾ ഉരുക്കിയെടുത്തുള്ള ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇലയുടെ അരികിലൂടെ എല്ലാം ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറേ ഇലകൾ നമുക്ക് ചെയ്തെടുക്കണം. ഇലയുടെ അരികിലൂടെ എല്ലാം നമ്മൾ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ഇലയുടെ ഉള്ളിലായിട്ട് ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കണം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മൾ 2 ഇലകളിലും ഇതുപോലെ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. ഇനി നമുക്ക് ഇലകളിലേക്ക് തണ്ടുകൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ന്യൂസ് പേപ്പറിന്റെ പീസുകൾ 2 റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഈർക്കളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ 2ലും ഇലകളിൽ കൊടുത്തെടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കണം. നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 2 എണ്ണത്തിലും പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. ഇനി നമുക്ക് ഇലകളുടെ താഴെയായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ ഇലകളിലേക്ക് തണ്ടുകൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഇലകളുടെ താഴെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മളത് ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ തണ്ടിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഈർക്കളി പൊട്ടിപ്പോവാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കുന്നുണ്ട്. 2 ഇലകളിൽ നമ്മൾ ഇതുപോലെ തണ്ടുകളെല്ലാം ഒട്ടിച്ചെടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഇലകൾ കൂടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുതേ. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലകളെല്ലാം ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ തെർമോക്കോളിന്റെ പീസുകളെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ ഇലകളായി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതിൽ ചെറിയ ഇലകൾ നോക്കിയിട്ടാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. എല്ലാ ഇലകളും ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്ക് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ? വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.